Hi dears, welcome to our channel. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് ഒരു ക്രിസ്ത്യൻ ബ്രൈഡൽ മേക്കപ്പ് ആണ്. ബ്രൈഡ് അനഘയുടെ ഫോട്ടോസ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്ക് ഓവർ ആണ് അനഘയ്ക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിരിക്കണം എന്ന് അനഘ നേരത്തെ പറഞ്ഞിരുന്നു. കൂടാതെ ഫ്രണ്ടിൽ ഒരു ബ്രൈഡൽ ഹെയർ സ്റ്റൈലും വേണമെന്നാണ് അനഘ പറഞ്ഞിരുന്നത്. എനിവേ നമുക്ക് നമ്മുടെ മേക്കപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നൊരു ക്രിസ്ത്യൻ ബ്രൈഡാണ് ചെയ്യാൻ പോകുന്നത്. ഇത് അനഘ. റെഡിയാണോ? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന അനഘയുടെ സ്കിന്നൊന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ഇതെല്ലാം ചെയ്തു. അതിനുശേഷം നമ്മൾ പ്രൈമർ യൂസ് ചെയ്ത് അനഘയുടെ സ്കിന്നിനെ മേക്കപ്പിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് പ്രൈമർ യൂസ് ചെയ്യുക എന്നുള്ളത്. അനഘയുടെ സ്കിന്ന് ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൈമറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണെങ്കിലും അത് സ്കിന്നിലേക്ക് അബ്സോർബ് ആകാനുള്ള ഒരു ടൈം കൊടുക്കണം. അതോടൊപ്പം നന്നായിട്ട് സ്കിന്നിൽ അത് നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ഒന്നുകിൽ ബ്രഷ് വെച്ചിടാം, അല്ലെങ്കിൽ ഹാൻഡ് കൊണ്ട് തന്നെ നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനഘയുടെ ഫേസിൽ കുറച്ച് പിമ്പിൾസ് വന്നതിൻ്റെ മാർക്കൊക്കെ ഉണ്ട്, അത് നന്നായിട്ട് കവർ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ കളർ കറക്റ്റർ യൂസ് ചെയ്ത് അനഘയുടെ ഫേസിലെ പിമ്പിൾസൊക്കെ കവർ ചെയ്യുകയാണ്. ഓറഞ്ച് കറക്റ്ററാണ് യൂസ് ചെയ്യുന്നത്. ഫേസിൽ എവിടെയൊക്കെ മാർക്സ് ഉണ്ടോ അതെല്ലാം നമ്മൾ ഈ കറക്റ്റർ യൂസ് ചെയ്ത് അത് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ സ്കിന്നിനനുസൃതമായിട്ടുള്ള കറക്റ്റർ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ അനഘയുടെ ഫേസ് കുറച്ച് ഫെയർ ആയതുകൊണ്ടാണ് ഞാൻ ഓറഞ്ച് കറക്റ്റർ ചൂസ് ചെയ്തത്. അതർവൈസ് കുറച്ച് ഡസ്റ്റി സ്കിന്നാണെങ്കിൽ നമ്മൾ റെഡ് കറക്റ്ററാണ് യൂസ് ചെയ്യുക. അങ്ങനെ സ്കിന്നിന് അനുയോജ്യമായിട്ടാണ് കറക്റ്റർ എടുക്കേണ്ടത്. അതിനുശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് നമ്മുടെ കറക്റ്റർ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഓവർ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ ഈ കറക്റ്റർ ഫേസിൽ നിന്ന് പോകാൻ പാടില്ല. അതിനുശേഷം നമ്മൾ ഈ കറക്റ്റർ പൗഡർ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതർവൈസ് സെറ്റ് ആകുമ്പോഴൊക്കെ അത് പോകാൻ ചാൻസ് ഉണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഐ മേക്കപ്പാണ്. പലരും ഫേസ് ഫുള്ള് മേക്കപ്പ് ചെയ്തതിന് ശേഷം ഐ ചെയ്യാറുണ്ട്. ചിലർ ഐ മാത്രം ചെയ്തതിന് ശേഷം ഫേസ് ചെയ്യാറുണ്ട്. അങ്ങനെ പലരുടെയും മേക്കപ്പ് ഡിഫറെൻ്റ് ആണ്. ഞാൻ കൂടുതലും ചെയ്യുന്നത് ഫേസ് ഫുള്ളൊന്ന് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഐ മേക്കപ്പ് ചെയ്യും. ഐ മേക്കപ്പ് ചെയ്തതിന് ശേഷം ഫേസ് ഫുൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് മൊത്തം സെറ്റാക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് തന്നെ നമ്മളൊരു ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഐ ഷാഡോ പ്രൈമർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഐ ഷാഡോ പ്രൈമർ അപ്ലൈ ചെയ്തു. യെസ്, അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ഐ ഷാഡോ ആപ്ലിക്കേഷനാണ്. ഐ ഷാഡോ പറ്റി അനഘ പറഞ്ഞിരിക്കുന്ന ഒരു സ്മോക്കി ഐസ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്മോക്കി ഐസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു മീഡിയം ബ്രൗൺ അപ്ലൈ ചെയ്യും. അതിനുശേഷം കുറച്ചുകൂടി ഡാർക്ക് ബ്രൗൺ, പിന്നെ ബ്ലാക്ക്. അങ്ങനെയാണ് ഞാൻ സ്മോക്കി ഐസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര നാച്ചുറൽ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഐ ഷാഡോ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇതിന് മുമ്പൊന്നും ബ്രൈഡൽ വർക്ക്സ് ചെയ്യുമ്പോൾ നമ്മളത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിലൊന്നും പോസ്റ്റ് ചെയ്യാറില്ലായിരുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഒരു ബ്രൈഡൽ വർക്ക് നമ്മൾ അത് വീഡിയോ ആക്കി നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ ഈ പോരായ്മകളൊക്കെ പരിഹരിച്ച് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ ഈ സ്മോക്കി ഐസ് ചെയ്യുമ്പോൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലെൻഡിങ്. മേക്കപ്പിലാണേലും സ്മോക്കി ഐസിലാണേലും എന്തിനാണേലും നമ്മൾ ബ്ലെൻഡിങ് ആണ് ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക പോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന കളേഴ്സ് എല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ആവണം. രണ്ട് ഐസ് ഒരുപോലെ ആണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളർ ഒരിടത്തും കട്ട പിടിച്ചിരിക്കാനൊന്നും പാടില്ല. സ്മോക്കി ഐസിന് അതിൻ്റേതായ ഒരു ഭംഗി കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വൃത്തിയായി ചെയ്തെങ്കിൽ മാത്രമേ ആ സ്മോക്കി ഐസ് നല്ല ഭംഗിയായിട്ടിരിക്കുള്ളൂ. ഫസ്റ്റ് ഞാൻ ഐ ഷാഡോ വെച്ചിട്ട് സ്മോക്കി ഐസ് ചെയ്തതിന് ശേഷം ഐ ജെൽ യൂസ് ചെയ്തും കൂടെ ഒരു സ്മോക്കി എഫക്റ്റും കൂടെ കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു ഡെപ്ത്ത് കിട്ടാനാണ് കണ്ണിന്. മാക്കിൻ്റെ ഐ ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഐബ്രോസ് ആണെങ്കിലും നാച്ചുറൽ ഐബ്രോസ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ബെനഫിറ്റിൻ്റെ ഐബ്രോ ജെല്ല് വെച്ചിട്ടൊന്ന് കോംബ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മുടെ കണ്ണിൻ്റെ മുകൾ ഭാഗത്തെ മേക്കപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് നമ്മുടെ ഫേസിലെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണ്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കണ്ണിൻ്റെ അടിഭാഗത്ത് മേക്കപ്പ് ചെയ്യുന്നത്. ഫൗണ്ടേഷനായിട്ട് അനഘ പറഞ്ഞത് ഒരുപാട് ഫേസ് ഒട്ടും തന്നെ ബ്രൈറ്റ് ആവണ്ട, സ്കിന്നിൻ്റെ അതേ ടോണും മതി. പുള്ളിക്കാരത്തേക്ക് ഒരു നാച്ചുറൽ ലുക്കാണ് ശരിക്കും വേണ്ടത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ആളാണ്.
അപ്പോൾ നമ്മൾ അനഘയുടെ എക്സാക്റ്റ് സ്കിൻ കളർ തന്നെയാണ് ഫൗണ്ടേഷൻ നമ്മൾ കൊടുക്കുന്നത്. മാക്കിൻ്റെ ഫൗണ്ടേഷനാണ്, ലിക്വിഡ് ഫൗണ്ടേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ലിക്വിഡ് ഫൗണ്ടേഷൻ മാക്കിൻ്റെയൊക്കെ പോലെയുള്ള ലിക്വിഡ് ഫൗണ്ടേഷൻ നമ്മൾ അധികം ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഈവൻ ആക്കിയാൽ മാത്രം മതിയാകും. ഫേസ് മേക്കപ്പിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നെക്കും കൂടെ ഒന്ന് അതേ ഫൗണ്ടേഷൻ വെച്ച് തന്നെ സ്കിന്നൊന്ന് ഈവൻ ആക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഫൗണ്ടേഷൻ നന്നായിട്ട് നമ്മൾ സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കണ്ണിൻ്റെ അണ്ടർ ഐ മേക്കപ്പാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫേസ് നന്നായിട്ട് ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് അതോടൊപ്പം ബ്ലഷും പൗഡർ കോണ്ടറിങ്ങും ഒക്കെ ചെയ്ത് ഫേസിന് നല്ലൊരു ഫീച്ചേഴ്സ് വരുത്തുന്നുണ്ട്.
ബ്യൂട്ടിഫുൾ ക്രിസ്ത്യൻ ബ്രൈഡ് അനഘ റെഡി ആയിട്ടുണ്ട്. അനഘയ്ക്ക് സ്മോക്കി ഐസും ന്യൂഡ് ലിപ്സ്റ്റിക്കും അതുപോലെ ഒരു ബ്രൈഡഡ് ഹെയർ സ്റ്റൈലും ആണ് കൊടുത്തിരിക്കുന്നത്. അനഘയ്ക്ക് ഇതാണ് വേണ്ടത്, ഇതായിരുന്നു അല്ലേ? ഒരു ടോട്ടലി ഒരു മെസ്സി ഹെയർ ആയിരുന്നു പുള്ളിക്കാരത്തി ഉദ്ദേശിച്ചത്. കിട്ടിയോ? അതുപോലെ ഇഷ്ടപ്പെട്ടോ? വിവാഹിതരാകുന്ന അനഘയ്ക്കും ജസ്റ്റിനും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ബെസ്റ്റ് വിഷസ്.